തെയ്യം കാണാൻ പോയാലോ? അതും ഇത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള കണ്ടനാർ കേളൻ. ഇത് നേരിട്ട് കാണുന്നവരെ ഇത്രയ്ക്കും അഗ്രസീവ് ആണെന്ന് ഞങ്ങൾ കരുതിയിട്ട് പോലുമില്ല. പക്ഷെ നേരിട്ട് കണ്ട സത്യം പറഞ്ഞാൽ ഞങ്ങൾ തെയ്യം കാണാൻ പോയതാണെങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഒരു ത്വരയാണ്. 2-2.5 വർഷമായിട്ട് കാസർഗോഡ് പഠിച്ചിട്ട് അതും തെയ്യം കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ? അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയതാണ് തെയ്യം കാണാൻ വേണ്ടി. അതും കാസർഗോഡ് ജില്ലയിലെ മടുക്കയിൽ. ആൻഡ് അവിടുത്തെ ജനത്തിരക്ക് എൻ്റെ പൊന്നെ, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അതിന് മാത്രം ആൾക്കൂട്ടം. തെയ്യം കാണാൻ വന്നിട്ട് തെയ്യം കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലവും കിട്ടി. കുറേ നേരം ഞങ്ങളിവിടെ പോസ്റ്റ് ആയിരുന്നെങ്കിലും കുറച്ച് വൈബൊക്കെ ഉണ്ടായിരുന്നു. അറ്റ്ലാസ് നമ്മൾ കാത്തിരുന്ന തെയ്യം വന്ന്. ഇത് കണ്ടനാർ കേളനാണ്. ആൻഡ് നല്ല ഭംഗി, നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. തെയ്യം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ വരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ഇവിടുത്തെ ആൾക്കാർ ഒരു രക്ഷയില്ല. തെയ്യത്തിന് ഇങ്ങനെ അഗ്രസീവ് ആക്കാൻ വേണ്ടി ഇവരിങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ കേട്ടോണ്ട് നിൽക്കാനും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്കൊരു അനൗൺസ്മെന്റ് വന്നു. അതിനുശേഷം ആരും അവിടെ ഫോൺ എടുത്തിട്ടില്ല. ഒരു കാരണവശാലും വെപ്പടൽ ചടങ്ങിന്റെ മഹിത ദൃശ്യങ്ങൾ ക്യാമറകളിൽ പകർത്താൻ പാടുള്ളതല്ല. പിന്നെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അന്നദാനത്തിന് പോയി. അന്നദാനത്തിന് ചെന്നപ്പോളാടാ എന്ത് ക്യൂ, എന്ത് തിരക്കുക. ഇതിന് മാത്രം ആൾക്കാരെ ഞാൻ കാസർഗോഡ് കണ്ടിട്ടില്ല. അതിന് മാത്രമുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ആൻഡ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ ഐസ്ക്രീം ഷോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ അന്നദാനത്തിന് നല്ല കുറുകിയ സാമ്പാറും കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും മേടിച്ച് നേരെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങി. ഈ വെളുപ്പിനെ വരെ തെയ്യം ഉള്ളതുകൊണ്ട് നമുക്കൊരു ബോറടിയില്ല. നമ്മൾ പിന്നെയും നമ്മുടെ ചെയറിലേക്ക് പോയി ഇരിക്കാന്ന് വിചാരിച്ച് നടന്നു. പിന്നെ രാവിലെ വരെ തെയ്യം ഉണ്ടായിരുന്നു. അതിന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.